എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് GCD കോയിൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് പലരും പല ക്രിപ്റ്റോ മേഖലയിലും പങ്കെടുത്തവരായിരിക്കാം, പുതിയതായിട്ട് വന്നവരായിരിക്കാം. അപ്പം നമ്മൾ ക്രിപ്റ്റോ മേഖലയിൽ പങ്കെടുത്തവർക്കറിയാം ഇതിൻ്റെ ഒന്നും ഫൗണ്ടറെ നമ്മൾ കാണാനോ വിളിക്കാനോ അല്ലെങ്കിൽ എവിടെയാണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ GCD കോയിൻ്റെ ഫൗണ്ടർ നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന സ്ഥലത്ത് ഉള്ള ആൾ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 10ഓളം പ്രൊജക്റ്റുകൾ, ഈ 10ഓളം പ്രൊജക്റ്റുകൾ ഫിസിക്കൽ പ്രൊജക്റ്റുകളാണ് കൂടുതലും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന പ്രൊജക്റ്റുകൾ. അപ്പോൾ അത് എല്ലാവരും സെയിൽ ചെയ്യാനും എല്ലാത്തിനും കൂടുതൽ സാധ്യതയുണ്ട്, കൂടുതൽ ലാഭം വരാൻ സാധ്യതയുണ്ട്. അതാണ് സാറ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടാണ് ഞാനും ഇതിൻ്റെ മുന്നിലേക്ക് വന്നത്. ഞാനും ഇതിൻ്റെ 1-2 ക്രിപ്റ്റോയുടെ ഇതിൽ കൂടാതെ വേറെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഫൗണ്ടർ എവിടെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാറ് ഇങ്ങനെ ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്ന് സാറായിട്ട് പരിചയപ്പെട്ട് ഇതിൽ അംഗമാകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു 20 ടോക്കണാണെങ്കിൽ എടുത്ത് നമ്മുടെ ഭാവി ഭദ്രമാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് റെഫറൽ ID കിട്ടും, റെഫറൽ ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ കൂടെ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ഏറ്റവും മുകളിൽ സ്പോൺസറുടെ ID ഉണ്ടാവും. അത് നിങ്ങളൊന്നും ചെയ്യരുത്. ഞാനത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തതാണ്. അത് നിങ്ങളൊന്നും ചെയ്യരുത്. രണ്ടാമത്തെ സ്പോൺസറുടെ പേരുണ്ടാവും, അതും ഒന്നും ചെയ്യരുത്. മൂന്നാമതുള്ളിടത്ത് വരുമ്പോൾ നിങ്ങളുടെ പേരടിക്കുക, എൻ്റെ അറിയുക ഫസ്റ്റ് നെയിം, ആധാറിലുള്ള ഫസ്റ്റ് നെയിം അടിക്കുക. നാലാമതുള്ളിടത്ത് ലാസ്റ്റ് നെയിം അടിക്കുക. മിക്കവാറും ആധാറിൽ അച്ഛൻ്റെ പേരായിരിക്കും, അതടിക്കുക. ഇപ്പോൾ സ്ത്രീകളാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പം ഭർത്താവിൻ്റെ പേരായിരിക്കും, ഭർത്താവിൻ്റെ പേരാണെങ്കിൽ ആധാറിലുള്ളതുപോലെ അടിക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. മൂന്നാമത് നമുക്കൊരു യൂസർ നെയിം ആവശ്യമാണ്. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിനുള്ള ഒരു പേര് ഇടുമായിരിക്കും ഏറ്റവും നല്ലത്. വെറുതെ കുത്തോ കോമ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും യൂസർ നെയിം ആവശ്യമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് എളുപ്പമുള്ള ഏതെങ്കിലും പേരോ എന്തെങ്കിലും സാധനത്തിൻ്റെ പേരോ നമുക്ക് എളുപ്പമുള്ളത് അടിക്കുക യൂസർ നെയിം. ആ യൂസർ നെയിം നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, ആ യൂസർ നെയിം ഇവിടെ അടിക്കുമ്പോൾ നമ്മൾ യൂസർ നെയിം പേപ്പറിൽ എഴുതുക. അതുപോലെ തന്നെ ഇതിൽ അടിക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡും പേപ്പറിൽ എഴുതുക ഇപ്പം തന്നെ. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് മെയിൽ അടിക്കുക. അതിൻ്റെ തൊട്ട് താഴെ മെയിൽ അടിക്കുക. മെയിൽ തെറ്റിപ്പാതെ അടിക്കുക. എല്ലാം ചെറിയ അക്ഷരമാണ് മെയിലിൽ വരുള്ളൂ, വലിയ അക്ഷരം വന്നു കഴിഞ്ഞാൽ മെയിലാവില്ല. അതുപോലെ ഇടയ്ക്കൊരു ഡോട്ടുണ്ട്, ഇടയ്ക്കൊരു അറ്റുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇടയ്ക്ക് വിടവ് വരരുത്. ഇങ്ങനെ മെയിൽ കൊടുത്താലാണ് കറക്റ്റ് കിട്ടുള്ളൂ. അത് കൊടുത്ത് നമ്മൾ പാസ്വേഡിലേക്ക് വരുമ്പോൾ മെയിലിൻ്റെ അവിടെ ചുവപ്പ് കാണിച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ കൊടുത്തത് ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഇതിനു മുമ്പ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എന്താണ് അവിടെ എഴുതി കാട്ടും. അപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഒരു പേരടിക്കുക. പേരടിക്കുമ്പോൾ ഫസ്റ്റ് വലിയ അക്ഷരം, അത് കഴിഞ്ഞിട്ട് 3-4 ചെറിയ അക്ഷരം വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു അക്കം അടിക്കുക. 1, 2, 3 എത്രയെങ്കിലും അടിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു 777 അടിച്ചു. പിന്നെ എന്താണ്, ഒരു അറ്റടിക്കുക. ലാസ്റ്റ് അറ്റെന്ന് പറഞ്ഞാൽ മറ്റേ ഇതില്ല. അറ്റെന്ന് ഇപ്പോൾ സാധാരണക്കാർക്കെല്ലാം പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ അറിയാം. അപ്പോൾ അതടിക്കുക. അത് അങ്ങനെ തന്നെ പേപ്പറിൽ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ടാണ് ഇവിടെ അടിക്കാവുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണില്ല, അത് മാഞ്ഞു പോകും. കൺഫേം പാസ്വേഡ്, അതേ പാസ്വേഡ് തന്നെ അടുത്ത സ്ഥലത്ത് അടിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത സ്ഥലത്ത് നമ്മൾ തൊട്ടിട്ട് നേരെ ഇന്ത്യ കാണും, ഇന്ത്യ അടിക്കുക. അടുത്ത സ്ഥലത്ത് വരുമ്പോൾ കേരള അടിക്കുക. പിന്നെ അടുത്തത് നമ്മുടെ ജില്ല അടിക്കുക. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സിറ്റി അടിക്കുക. അതിനകത്ത് നോക്കുക തൊട്ടടുത്ത സിറ്റി, നമ്മുടെ തൊട്ടടുത്ത സിറ്റി കാണിക്കണമെങ്കിൽ അടുത്തത് ഏതാ അതിനകത്തുള്ളത് നോക്കുക. എൻ്റെ അടുത്ത് പെരുമ്പാവൂർ അടിച്ചു. ഇനി നമുക്ക് പറയാനുള്ള മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് 91 ഒഴിവാക്കി ബാക്കി 10 നമ്പർ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ അവിടെ ചുമപ്പ് കാണിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അടിച്ചത് ശരിയായിട്ടില്ല, ഒരക്കം കൂടുതലോ വന്നു കഴിഞ്ഞാൽ ചുമപ്പ് കാണിക്കും.
ഇല്ലെങ്കിൽ ഇതിന് മുമ്പ് രജിസ്റ്റർ ചെയ്താണെങ്കിലും ചുമപ്പ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്ലാനിലേക്ക് പോകാം. പ്ലാന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്, ബേസിക് പ്ലാനുണ്ട്, പ്രീമിയം പ്ലാനുണ്ട്. ഈ ബേസിക് പ്ലാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കുക, കാലക്രമേണ അതിന് വില കൂടുമ്പോൾ വിൽക്കുക, അതിന് ലാഭം കിട്ടും. അതുപോലെ നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്ന സാധനങ്ങളൊക്കെ ടോക്കൺ കൊടുത്ത് വാങ്ങിക്കാം. അതിനാണ് ബേസിക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് പ്രീമിയം പ്ലാനാണ്. പ്രീമിയം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന വരുമാനം, ഈ പ്രൊജക്റ്റിൽ വരുന്ന ഓരോ വർഷം വരുന്ന പ്രൊജക്റ്റിൽ വരുന്ന വരുമാനത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ ഏത് ടോക്കണാണ് എടുക്കണം, 1%, 2%, 3%, അതിൻ്റെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കും പ്രീമിയം പ്ലാൻ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രീമിയം പ്ലാനാണ് നല്ല. പ്രീമിയം പ്ലാൻ തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് നമ്മളെന്താണ്, 1000 തിരഞ്ഞെടുക്കാം എന്ന് വെച്ചാൽ എടുക്കരുതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ 1000 അടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ നമ്മളെടുത്തു. നമ്മളിപ്പോൾ 1000 തൊട്ട് വെച്ചു, എവിടെയെങ്കിലും തൊട്ട് വെച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, പിന്നീട് പുറകോട്ട് നമുക്ക് 500, 100, 20 ആക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ വേറെ ഇമെയിലും മൊബൈൽ നമ്പറും വെച്ച് അടിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളതുപോലെ ഇപ്പോൾ നമ്മളൊരു 20 എടുത്തു കഴിഞ്ഞാൽ എന്താണ്, 20 കഴിഞ്ഞാൽ നമുക്ക് 100, 500, 1000 നാളെ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ മുന്നോട്ട് നമുക്ക് എഴുതിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 100 ഉണ്ടെങ്കിൽ 100 എടുക്കുക, അല്ലെങ്കിൽ 20 ഉണ്ട് പൈസയുള്ളോ 20 ടോക്കൺ എടുക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വാലറ്റ് അഡ്രസ്സിനകത്ത് കാണിക്കേണ്ട, അതൊന്നും ചെയ്യേണ്ട, അത് കമ്പനിയുടെ വാലറ്റ് അഡ്രസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഐ ആം നോട്ട് എ റോബോട്ട്, നമ്മളിവിടെ ഒരു ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഐ റീഡ് ആൻഡ് എഗ്രി അവിടെ ഒരു ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നേരെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നില്ല, എല്ലാം ബില്ല് ചെയ്തിട്ടില്ല, അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നേരെ ലോഗിൻ പേജിലേക്ക് വരും. ആ ലോഗിൻ പേജിൽ നിങ്ങൾ കൊടുത്ത പാസ്വേഡും എഴുതി വെച്ചിട്ടുണ്ടല്ലോ പേപ്പറിൽ, എഴുതി വെച്ച പാസ്വേഡും മുകളിൽ യൂസർ നെയിം, താഴെ പാസ്വേഡും കൊടുത്ത് ക്യാപ്ചർ ടിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് എന്തായി, ഇത് ഇപ്പോൾ ഞാൻ ബാക്ക് അടിക്കുകയാണ്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ബാക്കി നമുക്ക് ലോഗിൻ ചെയ്യുന്ന പേജിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഹോം പേജിൽ വന്നു. ഇവിടെ ഇതുണ്ട് ഒരു ചുമപ്പ് കിടന്ന് പറയുന്നത്, ഈ ചുമപ്പ് നമ്മുടെ GCD ടോക്കൻ്റെ എംബ്ലമാണ്. അപ്പോൾ ഇതേ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരാമെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അത് കണ്ട് ഇതുപോലെ ആക്കിയിടുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയില്ല, രജിസ്റ്റർ ചെയ്തിട്ട് എവിടെ വരുന്നു എന്ന് കാണിച്ചു തരാം. ഇവിടെ വരും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ കൺഗ്രാജുലേഷൻ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് പച്ചയിലൊക്കെ എഴുതിയിട്ട് ഇവിടെ വരും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുക, നേരെ യൂസർ നെയിം അടിക്കുക, പാസ്വേഡ് അടിക്കുക, കറക്റ്റായിട്ട് അടിക്കുക. യൂസർ നെയിം നമ്മളിപ്പോൾ പകുതി അക്ഷരം അടിച്ചു വരുമ്പോഴത്തേക്കും താഴെ കീബോർഡിൽ തെളിഞ്ഞ് വന്ന് അതേ തൊട്ട് കഴിഞ്ഞാൽ മുകളിൽ ക്യാപ്പ് വരും. അപ്പോൾ അത് റെഡി ആവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഫുള്ളായിട്ട് എഴുതി കൊടുക്കുക. ഫുള്ളായിട്ട് യൂസർ നെയിം എഴുതി കൊടുക്കുക. അതിനിട്ട് പാസ്വേഡ് എഴുതി കൊടുക്കുക, കറക്റ്റായിട്ട് പാസ്വേഡ് എഴുതി കൊടുക്കുക. നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. അത് കഴിഞ്ഞിട്ട് ഈ ഐ ആം നോട്ട് എ റോബോട്ട് ടിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. നേരെ സൈറ്റിലേക്ക് പോകും. ഞാനിപ്പോൾ സൈൻ ചെയ്യുന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ഉള്ളിൽ പോകും. അതിനകത്ത് ഫോട്ടോയും അതിൻ്റെ മൊബൈൽ നമ്പറും ഇതെല്ലാം കാണുമ്പോൾ പിന്നെ യൂട്യൂബിന് അത് വിഷയം, യൂട്യൂബ് ഡിലീറ്റ് ആക്കും. അതുകൊണ്ട് ഞാൻ സൈൻ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ കൊണ്ട് ഇനിയും വരും. ഞാൻ നമുക്ക് ഹോം പേജിൽ എങ്ങനെ, പലർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഹോം പേജിൽ എങ്ങനെ നമ്മുടെ GCDയുടെ എംബ്ലം വരുത്താം എന്നുള്ള വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശുഭദിനം നേരുന്നു. നമസ്കാരം.